നമസ്കാരം. എക്കോ രണ്ടാമത് കണ്ടപ്പോൾ ഞാൻ ആദ്യം ഇട്ട വീഡിയോയിനേക്കാളും കുറച്ചധികം ഡീറ്റെയിലിംഗ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ ഞാൻ നോട്ട് ചെയ്തു. അപ്പോൾ ചോദ്യങ്ങൾ, ഉത്തരങ്ങൾ, പിന്നെ ഈ സിനിമയിൽ എനിക്ക് വന്ന മിസ്റ്റേക്കുകൾ തുടങ്ങിയ കാര്യങ്ങളെല്ലാമാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഇതെല്ലാം പറയുന്നതിന് മുമ്പ് എക്കോ എന്ന് പറയുന്ന സിനിമയിലെ ടൈം ലൈൻ നമ്മൾ മനസ്സിലാക്കണം. ഈ ടൈം ലൈൻ മനസ്സിലാക്കി കഴിഞ്ഞാൽ ബാക്കിയുള്ള കാര്യങ്ങൾക്കെല്ലാം ഒരു ക്ലാരിറ്റി ഉണ്ടാവും. ഈ സിനിമയിൽ പ്രധാനമായും 3 ടൈം ലൈനാണുള്ളത്. ഇതിൽ ആദ്യത്തെ ടൈം ലൈൻ എന്ന് പറയുന്നത് മോഹൻ പോത്തനും കുര്യച്ചനും മലേഷ്യയിൽ പോകുന്ന കാലഘട്ടമാണ്. അവിടെ റേഡിയോയിലെ ന്യൂസുകളിൽ നിന്നെല്ലാം നമുക്കിത് രണ്ടാം ലോക മഹായുദ്ധ കാലമാണെന്ന് മനസ്സിലാക്കാം. ആ സമയത്താണ് ജപ്പാൻ, മലേഷ്യ തമ്മിലുള്ള ഒരു യുദ്ധമൊക്കെ നടക്കുന്നത്. അവിടെ വെച്ചാണ് സോയിയെ കാണുന്നത്, സോയിയുടെ ഭർത്താവ് യോസിയെ കാണുന്നത്. ഇവർ അന്വേഷിച്ച് വന്നിരിക്കുന്ന ആ റയർ ബ്രീഡായിട്ടുള്ള ആ നായ്ക്കളെ കാണുന്നതെല്ലാം ആദ്യത്തെ ടൈം ലൈനിലാണ്. ഇനി രണ്ടാമത്തെ ടൈം ലൈൻ എന്ന് പറയുന്നത് കുര്യനെ കാണാതാവുന്നതിന് തൊട്ട് മുമ്പുള്ള കാലമാണ്. അതിൽ കക്കയം പോലീസ് ക്യാമ്പിനെ കുറിച്ചെല്ലാം പറയുന്നുണ്ട്. ഈ കക്കയം പോലീസ് ക്യാമ്പ് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. കാരണം അടിയന്തരാവസ്ഥ കാലത്ത് വളരെ കുപ്രസിദ്ധമായിട്ടുള്ള ഒരു പോലീസ് ക്യാമ്പായിരുന്നു. അപ്പോൾ ആ സമയത്തുള്ള നടക്കുന്ന കഥ എന്നുള്ള രീതിയിൽ നോക്കുകയാണെങ്കിൽ നമുക്കൊരു 1976, 77 ആ ഒരു കാലഘട്ടമാണെന്ന് മനസ്സിലാക്കാം. കുര്യൻ നക്സലുകളോട് ചെയ്തിട്ടുള്ള ദ്രോഹം, അതിനെ തുടർന്ന് നക്സലുകൾ കുര്യനെ അന്വേഷിക്കുന്നതൊക്കെ ആയിട്ടെല്ലാം ഈ സിനിമയിൽ പറയുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ ടൈം ലൈൻ 2 എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ കാലഘട്ടമാണ് സിനിമയിലെ പ്രസന്റ് ആയിട്ടുള്ള കാലഘട്ടം. ഈ കാലഘട്ടത്തിലാണ് കുര്യനെ കാണാതായി 6 വർഷത്തോളമായി എല്ലാം പറയുന്നത്. സിനിമയിലെ പ്രധാന ഇൻസിഡൻസുകളെല്ലാം നടക്കുന്നത് ഈ പ്രസന്റ് ആയിട്ടുള്ള, അതായത് ടൈം ലൈൻ 3യിലാണ്. ഇനി സിനിമയിലെ തുടക്കത്തിലെ ഫോർ ഷാഡോയിങ് എന്തൊക്കെയായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കാട്ടുകുന്നിൽ കാവൽ നിൽക്കുന്ന നായ്ക്കളെ സിനിമയുടെ തുടക്കത്തിൽ തന്നെ വളരെ വ്യക്തമായി എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട്. അപ്പൂട്ടിയും പിയൂസും ഡോക്ടറെയും കൊണ്ടുവരുന്നു. അപ്പോൾ ആ സമയത്ത് പരിചയമില്ലാത്തവരെണ്ണത്തിൽ പ്രശ്നമുണ്ടാവുമെന്ന് പിയൂസ് പറയുന്ന ആ കാവൽ നായ്ക്കൾ, അപ്പൂട്ടിയുടെ ജീപ്പ്, ആ കുന്നിറങ്ങുന്നത് വരെ അവിടെ കാത്തു നിൽക്കുന്ന നായ്ക്കൾ, ഇതെല്ലാം തുടക്കത്തിൽ തന്നെ വ്യക്തമായിട്ട് തന്നെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട്. പിന്നെ പിയൂസ് മുറ്റമടിക്കുമ്പോൾ കിട്ടുന്ന പട്ടിക്ക് കടിച്ചു കൊണ്ടുപോകാൻ പറ്റാവുന്ന രീതിയിലുള്ള ഒരു മുളയുടെ പാത്രം, അത് പിയൂസ് അലക്ഷ്യമായി വലിച്ചെറിയുന്നുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആയി മാറുന്നുണ്ട് പിന്നീട്. പിന്നെ സിനിമയുടെ തുടക്കത്തിൽ നമ്മൾ കാണുന്ന ഒരു സീനാണ് ബൾബ് എറിഞ്ഞുടയ്ക്കുന്നത്. അപ്പോൾ ബൾബ് എറിഞ്ഞുടയ്ക്കുന്നത് എന്താണ്, ആരാണ് എന്നുള്ളൊരു ചോദ്യത്തിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് അത് പോലീസുകാർ പറഞ്ഞിട്ട് ഒരു ലൈൻമാൻ ചെയ്യുന്നതാണ്. നമ്മൾ ആ സീൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബൾബ് എറിഞ്ഞുടയ്ക്കുന്നു. ആ ശബ്ദം കേട്ട് തോടിന് തൊട്ടപ്പുറത്തായിട്ട് കുട കൊണ്ട് മുഖം മറച്ച ഒരാളിരിക്കുന്നത് കാണാം. അയാൾ നേരെ കാട്ടുകുന്നിലേക്ക് കയറി പോകുന്നത് കാണാം. അതായത് പിയൂസ് ഇല്ലാത്ത സമയത്ത് കാട്ടുകുന്നിലെ മ്ലാത്തിച്ചേട്ടത്തിൻ്റെ വീട്ടിലേക്ക് പോകാനുള്ള ശ്രമമാണ് നമ്മളവിടെ കാണുന്നത്. അത് ബിനു പപ്പു അവതരിപ്പിച്ചിട്ടുള്ള എസ് ഐ സുകുമാരൻ എന്ന് പറയുന്ന ആ ക്യാരക്ടറാണ്. പക്ഷെ കാർട്ടൂണിലെ കാവൽ നായ്ക്കൾ കാരണം അയാൾക്ക് വീടിനകത്തേക്ക് കയറാൻ സാധിക്കുന്നില്ല. പിന്നെ ആ സീനിൻ്റെ തുടർച്ച എന്നുള്ള രീതിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പിയൂസിനെ ആ ഭാഗത്ത് നിന്ന് മാറ്റി നിർത്താൻ വേണ്ടിയിട്ടുള്ള പാപ്പച്ചൻ്റെയും പിന്നെ നേവിക്കാരൻ എന്ന പേരിൽ പരിചയപ്പെടുത്തുന്ന നരേൻ്റെ ക്യാരക്ടറും കാണാം. പിയൂസിനെ കുറച്ചു നേരം കാറിനുള്ളിലാക്കി അവർ സംസാരിച്ചുകൊണ്ട് പോകുന്നത്. അത് പരമാവധി പിയൂസിനെ വീട്ടിൽ കയറാതെ ആ ഒരു അത്രയും സമയമാണ് അവർക്ക് വേണ്ടത്. ഇത് പോലീസുകാരുടെ ഒരു സ്കെച്ചാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. പിന്നെ ആരാണ് എസ് ഐ സുകുമാരൻ എന്നുള്ളൊരു ചോദ്യമാണ്. എസ് ഐ സുകുമാരൻ ബിനു പപ്പു അവതരിപ്പിച്ചിരുന്ന ഒരു ക്യാരക്ടറാണ്. അതൊരു പോലീസുകാരനാണ് ഓബ്വിയസ്ലി. ഈ കുര്യച്ചൻ ഒളിഞ്ഞിരിക്കുന്നത് ആ വീടിന്റെ പരിസരത്ത് നിന്ന് എവിടെയൊക്കെയോ ആണെന്നുള്ളൊരു ചിന്തയിലാണ് അയാൾ കാട്ടുകുന്നിൽ ആ വീട്ടിലേക്ക് പോകാൻ വേണ്ടി ശ്രമിക്കുന്നത്. പക്ഷെ അയാൾക്കത് സാധിക്കുന്നില്ല. പിന്നെ സിനിമയുടെ ഫൈനൽ ആക്ടിലാണ് ഡിവൈഎസ്പിയോട് കൂടി ചേർന്നിട്ടുള്ള ഒരു എസ് ഐ സുകുമാരൻ എന്നുള്ളത് ഈ കാര്യം അയാൾ റിവീൽ ചെയ്യുന്നത്. ഇനിയുള്ള ചോദ്യം ആരാണ് നരേൻ, നേവിക്കാരനോ അതോ പോലീസുകാരനോ എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ നരേൻ ഡിവൈഎസ്പി ആണ്. കുര്യനുമായി സൗഹൃദമുണ്ടായിരുന്ന ഒരാളാണ്. എന്നാൽ അവർ തമ്മിൽ പിന്നീട് ശത്രുക്കളാവുന്നുണ്ട്. ടൈം ലൈൻ 3യിൽ, അതായത് പ്രസന്റ് കാലഘട്ടത്തിൽ അപ്പൂട്ടിയെ കുത്തി പരിക്കേൽപ്പിക്കുന്ന ആ സീൻ്റെ തുടർച്ചയിൽ ഇയാൾ പറയുന്നുണ്ട്, ചിരിച്ച് കളിച്ച് എനിക്കിട്ട് നല്ല രീതിയിൽ പണിതിട്ട് പോയ ഒരാളാണ് കുര്യൻ എന്നുള്ളത്. അതേസമയം ടൈം ലൈൻ 2ൽ കുര്യനും അപ്പൂട്ടിയും ഈ ഡിവൈഎസ്പിയെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ആ സമയം ഡിവൈഎസ്പി ഈ കാര്യത്തിൽ സഹായിക്കില്ല എന്നാണ് കുര്യൻ മറുപടി പറയുന്നത്. പിന്നെ ടൈം ലൈൻ 3 അഥവാ പ്രസന്റ് കാലഘട്ടത്തിൽ തന്നെ ബിനു പപ്പു പിയൂസിന്റെ ക്യാരക്ടറോട് പറയുന്നുണ്ട്, നീ വേഗം വാ, അവിടെ ഡിവൈഎസ്പി വെയിറ്റിംഗ് ആണെന്നുള്ളത്. അപ്പോൾ ഇതിനെല്ലാത്തിൽ നിന്നും നമുക്ക് കുര്യനോട് ശത്രുതയുള്ള, കുര്യനെ അന്വേഷിക്കുന്ന ഒരു ഡിവൈഎസ്പി ക്യാരക്ടറാണ് നരേൻ എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഈ നരേൻ്റെ ടീമിലുള്ള ആൾക്കാരാണ് ആ 2 പോലീസുകാരും. പിന്നെയുള്ള ചോദ്യം ആരാണ് പിയൂസ് എന്നുള്ളതാണ്. പിയൂസിന്റെ യഥാർത്ഥ പേര് മണികണ്ഠൻ എന്നാണ്. കുര്യന്റെ വളർത്തുനായ എന്ന് പറയാം. പേൾ വ്യൂ മർഡർ കേസിലെ 4ാം പ്രതിയായി ഇവനെപ്പറ്റി നരേന്റെ കഥാപാത്രം സംസാരിക്കുന്നുണ്ട്. ഒരു തിയേറ്റർ സീക്വൻസ് ഓർക്കുക. അപ്പോൾ അതിൽ പേൾ വ്യൂ മർഡർ കേസിനെ ആധാരമാക്കിയുള്ള ഒരു സിനിമ പ്ലേ ചെയ്യുന്നത് കാണാം. ഈ സിനിമയുടെ നിർമ്മാതാവിനോട് ഇതിന്റെ വിഹിതം ചോദിച്ച 4ാം പ്രതിയായിട്ടുള്ള മണികണ്ഠനെ കുറിച്ച് പറയുന്നത് ഓർക്കുക. പിന്നെ ഈ സിനിമ അവിടെ പ്ലേ ചെയ്യുന്ന ആ സമയത്ത് എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് കേൾക്കുന്ന 2 ഡയലോഗ്സ് ഉണ്ട്. വല്ലാതെ വിശക്കുന്നു, എന്തെങ്കിലും കഴിക്കാൻ മേടിച്ചു തരുമോ എന്നുള്ള ചോദ്യത്തിന് ഉത്തരമായിട്ട് തരാം, പകരം എനിക്ക് എന്ത് തരുമെന്നുള്ളൊരു ചോദ്യമാണ് കേൾക്കുന്നത്. അത് പിയൂസും കുര്യച്ചനും തമ്മിലുള്ളൊരു ബോണ്ട്, പിന്നീട് എങ്ങനെ ആ കുര്യച്ചൻ പിയൂസിനെ തൻ്റെ വളർത്തുനായയാക്കി മാറ്റി എന്നുള്ളതിനെയൊക്കെ, അതിനെക്കുറിച്ചുള്ള ആ ഒരു ഫോർ ഷാഡോയിങ് ആയിട്ട് നമുക്ക് കണക്കാക്കാം. അതുകൂടാതെ പിയൂസിനെ കുറിച്ച് പറയാനുള്ള മറ്റൊരു കാര്യം, ടൈം ലൈൻ 2ൽ നടക്കുന്ന കത്തിക്കുത്തിൻ്റെ കാര്യം ഓർക്കുക. അതായത് കുര്യച്ചനായിട്ടുള്ള ആ ഒരു ഇൻസിഡൻറ്റിൽ കത്തിയെടുത്ത് വളരെ രോഷാകുലനായി കുത്തുന്നത് മണികണ്ഠനാണ്. അതായത് കുര്യച്ചന് വേണ്ടി ആ കത്തിക്കുത്ത് നടത്തുന്നത് മണികണ്ഠനാണ്. അതിനു മുൻപാണ് മോഹൻ പോത്തനെ കുര്യച്ചൻ പോലീസിൻ്റെ പിടിയിലാക്കുന്നത്. അപ്പോൾ ഈ മോഹൻ പോത്തനെ ഇതുപോലെ പോലീസിൻ്റെ പിടിയിലാക്കിയിട്ടുള്ള കാര്യങ്ങളും മറ്റും
പിയൂസിൻ്റെ അടുത്ത് കുര്യച്ചൻ പറഞ്ഞിട്ടുണ്ടാവും. അതുകൊണ്ടാണ് തൻ്റെ മാസ്റ്ററെ കാണാതായപ്പോൾ മോഹൻബോധനെ ഈ പിയൂസ് പിന്തുടരുന്നത്. പിന്നെ പിയൂസ് എന്തുകൊണ്ട് ഇത്ര നാൾ എടുത്തു എന്നുള്ള ചോദ്യത്തിന് ഉത്തരമായി പിയൂസും ഒരു ക്രിമിനൽ തന്നെയാണ്. അയാളും ചിലപ്പോൾ ഒളിവിലോ അല്ലെങ്കിൽ ബാക്കിയുള്ളിടത്തൊക്കെ കഴിഞ്ഞതാവാം. ആ രീതിയിൽ വേണം നമുക്ക് അനുമാനിക്കാൻ. പിന്നെയുള്ളൊരു ചോദ്യമാണ് മോഹൻ പോത്തനെ ആരാണ് കൊന്നത്? പിയൂസ് ആണ് കൊന്നതെന്ന് പല രീതിയിൽ ഫേസ്ബുക്കിലേക്ക് പല കമൻസും കാണാം. ഈ ലിയോ എന്നുള്ള സിനിമയും ലോകേഷ് കനകരാജും നമ്മൾക്ക് തന്നിരിക്കുന്ന ഒരു സംഭാവനയാണ് POV തിയറി. അതായത് ഒരു ഫ്ലാഷ് ബാക്ക് പറയുന്നത് അത് സത്യത്തിൽ അത് നടന്നിട്ടില്ല. ആ കഥാപാത്രത്തിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ ആണെന്നുള്ള ആ ഒരു തിയറി. ആക്ച്വലി മോഹൻ പോത്തനെ കൊന്നിരിക്കുന്നത് പിയൂസ് എന്ന് പറയുന്ന ആളല്ല. ഈ സിനിമയിൽ അങ്ങനെ ഒരു POVയുടെ കാര്യമേ വരുന്നില്ല. ഒന്ന് ആലോചിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ മോഹൻ ബോധൻ മരിച്ച ആ ഒരു സംഭവം അത് പിയൂസ് ഓർത്തെടുക്കുന്നതാണ്. ആരുടെ മുമ്പിലും ഒരു ഫ്ലാഷ് ബാക്ക് പോലെ പറയുന്നതല്ല. അതുകൊണ്ട് തന്നെ ഇവിടെ പിയൂസിൻ്റെ POV എന്നുള്ളൊരു കാര്യം തന്നെ ഉദിക്കുന്നില്ല. ഒരു പട്ടികളുടെ ശബ്ദം കേട്ടിട്ടാണ് പിയൂസും മോഹൻ ബോധനും കൂടി ആ കുന്നിൻ ചെരുവിലേക്ക് പോകുന്നത്. അവിടെ എത്തുമ്പോൾ കൃത്യമായി മോഹൻ ബോധനെ അറ്റാക്ക് ചെയ്യുന്ന പട്ടികളെയാണ് നമ്മൾ കാണുന്നത്. അതിൽ നിന്ന് തന്നെ ഈ പട്ടികളുടെ മാസ്റ്റർ പറഞ്ഞതനുസരിച്ച് ചെയ്തിട്ടുള്ള ആ ഒരു കൊലപാതകമാണ് അവിടെ നടന്നിരിക്കുന്നത് വ്യക്തമാണ്. ഒരിക്കലും പിയൂസ് അല്ല മോഹൻ ബോത്തനെ കൊന്നത് എന്നുള്ളതിന് വ്യക്തമായിട്ടുള്ള ഒരു കാര്യങ്ങളെല്ലാം സിനിമയിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് പിയൂസ് അല്ല കൊന്നിരിക്കുന്നത്. അത് കൊന്നത് ആരാണെന്ന് നമുക്ക് ഊഹിക്കാമല്ലോ, മ്ലാത്തിച്ചേടത്തിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഉദിക്കുന്ന ചോദ്യമാണ് മ്ലാത്തിച്ചേടത്തി എങ്ങനെ ഈ നായ്ക്കളുടെ മാസ്റ്ററായി എന്നുള്ളത്. നമ്മൾ ടൈം ലൈൻ 1 മലേഷ്യയിൽ നിന്ന് കുര്യനും മ്ലാത്തിയും കൊണ്ടുവരുന്ന പട്ടിക്കുട്ടികൾ. ഒരു പട്ടിയുടെ ആയുസ് എടുക്കും നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 15 പോട്ടെ ഒരു 20 വർഷം കൂട്ടിക്കോളൂ. അപ്പോൾ ആ സമയത്ത് മലേഷ്യയിൽ നിന്ന് ഈ കുര്യൻ കൊണ്ടുവന്ന പട്ടികളാണോ ഇപ്പോൾ ഉള്ളത്? അല്ല. ആ നായ്ക്കളൊക്കെ എന്നേ ചത്തു. അതായത് കുര്യനെ മാസ്റ്ററായി കണ്ടിരിക്കുന്ന നായ്ക്കൾ. പിന്നെ ഇപ്പോൾ ഉള്ളത് ടൈം ലൈൻ 3 ആണ്. അതായത് സിനിമയിലെ പ്രസന്റ് ആയിട്ടുള്ള കാലഘട്ടം. ഈ പ്രസന്റ് ആയിട്ടുള്ള കാലഘട്ടത്തിലുള്ള നായ്ക്കൾ. ആ നായ്ക്കളുടെ മാസ്റ്റർ ആരാണെന്നുള്ളതിന് നമ്മൾ വേറെ എവിടേക്കും പോകേണ്ട ആവശ്യമില്ല. അത് ഉത്തരം അവിടെ തന്നെയുണ്ട്. അത് യഥാർത്ഥത്തിൽ മ്ലാത്തിച്ചേടത്തിയാണ്. അപ്പോൾ മലേഷ്യയിൽ നിന്ന് കൊണ്ടുവന്നിരിക്കുന്ന കുര്യൻ നിയന്ത്രിച്ചിരുന്ന അല്ലെങ്കിൽ കുര്യനെ മാസ്റ്ററായി കണ്ടിരിക്കുന്ന നായ്ക്കൾ തന്നെയാണ് ഇപ്പോഴും ഉള്ളതെന്നുള്ളത് ടൈം ലൈൻ മനസ്സിലാക്കാത്തത് കൊണ്ടുള്ള കൺഫ്യൂഷനാണ്. യഥാർത്ഥത്തിൽ ടൈം ലൈൻ 3 സിനിമയിലെ പ്രസന്റിൽ നിൽക്കുന്ന ആ നായ്ക്കുട്ടികളുടെ എല്ലാം മാസ്റ്റർ മ്ലാത്തിച്ചേടത്തിയാണ്. നാട് മുഴുവൻ കറങ്ങി കുറേ കാര്യങ്ങളെല്ലാം ചെയ്തു കൂട്ടുന്ന കുര്യൻ്റെ അഭാവത്തിൽ ഈ നായ്ക്കളുടെ എല്ലാം മാസ്റ്റർ മ്ലാത്തിച്ചേട്ടത്തി ആയതിൽ അത്ഭുതമൊന്നുമില്ല. ഇനിയുള്ള ചോദ്യം എന്താണ് കാട്ടുകുന്നിലെ നായ്ക്കളുടെ പ്രത്യേകത എന്നുള്ളതാണ്. അതിനെപ്പറ്റി യോസിയ പറയുന്നത് ടൈം ലൈൻ 1 നമ്മൾ ഓർക്കുക ഇതെല്ലാം പ്യുവർ ബ്രീഡ് ആണെന്നുള്ളതാണ്. അതായത് മറ്റുള്ള ബ്രീഡുകളിൽ നിന്നെല്ലാം അങ്ങനെയുള്ള ഒരു ക്രോസ് ബ്രീഡിംഗ് ഒന്നും ചെയ്യാത്ത പ്യുവർ ആയിട്ടുള്ള ബ്രീഡാണ്. ആ പ്യുവർ ബ്രീഡിൻ്റേതായിട്ടുള്ള എല്ലാ ഗുണങ്ങളും ഉണ്ട്. ഇങ്ങനെ ഗുണങ്ങളുള്ള പട്ടികളെ അന്വേഷിച്ചിട്ടാണ് ഇവർ രണ്ടുപേരും മലേഷ്യയിലെത്തുന്നത്. അപ്പോൾ ഈ യോസിയ ഈ പ്യുവർ ബ്രീഡിങ് അതായത് ഒരു നായ്ക്കളോട് സ്വന്തം ഇനത്തിൽ മാത്രമേ ബ്രീഡ് ചെയ്യാൻ പാടുള്ളൂ. ബാക്കിയുള്ള എത്ര സുന്ദരി പട്ടി വന്നാലും അതായത് മോഹൻ ബോത്തൻ കൊണ്ടുവന്ന പോലുള്ള മലേഷ്യയിൽ നിന്നുള്ള എത്ര സുന്ദരി നായ വന്നാലും അതിനോടൊപ്പം ബ്രീഡ് ചെയ്യാൻ പോകാതെ സ്വന്തം ഇനത്തിൽ മാത്രം ബ്രീഡ് ചെയ്യുക. അതിൻ്റെ ഗുണങ്ങൾ ഇതെല്ലാം കുര്യച്ചനേക്കാൾ മുമ്പ് കണ്ട് പഠിച്ചിട്ടുള്ള ആളാണ് സോയ് അഥവാ മ്ലാത്തിച്ചേടത്തി. അതായത് കാട്ടിൽ നിന്ന് പഴങ്ങൾ ശേഖരിക്കാനും ഈ മുളങ്കമ്പിൽ ഭക്ഷണം കൊണ്ടുപോയി കൊടുക്കാനും ഇതെല്ലാം യോസിയ പരിശീലിപ്പിക്കുന്ന കണ്ട് നിൽക്കുന്ന ആളാണ് ഈ പറയുന്ന മ്ലാത്തിച്ചേടത്തി. അപ്പോൾ സ്വാഭാവികമായിട്ടും കുര്യനേക്കാളും ഒരു അപ്പർ ഹാൻഡ് ഈ കാട്ടുകുന്നിലെ പട്ടികളുടെ പരിശീലിക്കുന്ന കാര്യത്തിൽ സ്വാഭാവികമായിട്ടും മ്ലാത്തിച്ചേടത്തിക്കുണ്ട്. ഒരാളെ മാത്രം മാസ്റ്ററായി കാണുന്ന, ആളെ കൊല്ലുന്ന, അല്ലെങ്കിൽ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഈ നായ്ക്കൾ, ഈ കാര്യമാണ് ഈ സിനിമയുടെ സിനിമാറ്റിക് എലമെന്റ്. അതിനെ ചുറ്റിപ്പറ്റിയാണ് തുടർന്നുള്ള എല്ലാ കാര്യങ്ങളും നടക്കുന്നത്. ഇനി ഈ കഥയിൽ അപ്പൂട്ടിയുടെ റോൾ, അതായത് അശോകൻ അവതരിപ്പിച്ചിരുന്ന അപ്പൂട്ടിയുടെ കഥാപാത്രത്തിൻ്റെ അത് കുര്യനുമായി വളരെ അടുത്ത് പരിചയമുള്ള ആളാണ് അപ്പൂട്ടി. ഇതുപോലെ ഒളിവിൽ പോകുന്നതിന് മുമ്പെല്ലാം കുര്യൻ കുറേ കത്തുകൾ പോലീസിനെ കബളിപ്പിക്കാൻ വേണ്ടി അപ്പൂട്ടിയുടെ കയ്യിൽ ഏൽപ്പിക്കും. അതെല്ലാം 6 മാസം കൂടുമ്പോഴെല്ലാം അപ്പൂട്ടി പോസ്റ്റ് ചെയ്യുന്നുണ്ട്. ടൈം ലൈൻ 3 അതായത് പ്രസന്റ് ആയിട്ടുള്ള കാലഘട്ടത്തിൽ അപ്പൂട്ടി കത്ത് പോസ്റ്റ് ചെയ്യുന്ന സമയത്താണ് നരേനും പാപ്പച്ചനും ചേർന്ന് അപ്പൂട്ടിയെ പിന്തുടരുന്നതും അയാളെ പിടികൂടുന്നതും. അപ്പോൾ ആ സമയത്ത് പറയുന്നുണ്ട് ഇത് ടൈം ലൈൻ 2 അതായത് കുര്യച്ചൻ ഒളിവിൽ പോകുന്നതിന് മുമ്പ് ഏൽപ്പിച്ചത് മാത്രമല്ല അതിന് മുൻപും ഏൽപ്പിച്ച കത്തുകളൊക്കെയുണ്ട്. 6 മാസമൊക്കെ കൂടുമ്പോൾ ഇത് പോസ്റ്റ് ചെയ്യുക മാത്രമാണ് അപ്പൂട്ടിയുടെ റോൾ എന്നുള്ളത്. പിന്നെ അപ്പൂട്ടിയും കുര്യച്ചനും അവർ തമ്മിലുള്ള ഒരു പാർട്ണർ ഇൻ ക്രൈം, അതായത് അപ്പൂട്ടി യഥാർത്ഥത്തിൽ ഒരു ശുദ്ധനാണ്. പക്ഷെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി കുര്യനെ ഉപയോഗിക്കുന്ന ഒരാളാണ് അപ്പൂട്ടി. ഈ സിനിമയിൽ തന്നെ പറയുന്നുണ്ടല്ലോ അയാൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നമ്മൾ പോലും അറിയാൻ നമ്മളെ കൊണ്ട് ചെയ്യിക്കുന്നു. അങ്ങനെ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവർ രണ്ടുപേരും സംസാരിച്ച് വീട്ടിലോട്ട് കയറുന്ന ഒരു സീനുണ്ട് ടൈം ലൈൻ 2 നടക്കുന്നത്. ആ സീനിൽ ഇയാൾ പുകച്ച് അവസാനം ആ സിഗരറ്റ് തീരാറാകുമ്പോൾ ആ ബഡ് അവിടെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ വീടിന് പരിസരത്ത് കുര്യൻ ഉണ്ടെന്നുള്ളൊരു തെളിവാണല്ലോ. അപ്പോൾ നേരെ അപ്പൂട്ടിയുടെ കയ്യിൽ ആ സിഗരറ്റിന്റെ ബഡ് കൊടുക്കുന്ന ഒരു സീനുണ്ട്. അത് ഈ അപ്പൂട്ടി എന്നൊരാൾ ഒരു ശുദ്ധനായിട്ടുള്ള ഒരാളാണ്. പക്ഷെ അപ്പൂട്ടി പോലും അറിയാതെ അപ്പൂട്ടിയെ എന്തിനൊക്കെ ഉപയോഗിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു ഫോർ ഷാഡോയിങ് ആയിട്ട് അല്ലെങ്കിൽ ഒരു ബ്രില്യൻസ് ആയിട്ട് നമുക്ക് കാണാം. പിന്നെയുള്ളൊരു ചോദ്യം പാപ്പച്ചൻ എന്തിന് ഇവരെയൊക്കെ സഹായിക്കുന്നു, നരേനെ സഹായിക്കുന്നു എന്നുള്ളതാണ്. അതായത് പാപ്പച്ചൻ എന്ന് പറയുന്ന ആ ഒരു റിട്ടയർഡ് ആയിട്ടുള്ള ഒരു പോലീസ് ക്യാരക്ടർ, അയാൾ കാശ് വാങ്ങുക അതേ നരേൻ്റെ അടുത്ത് കുര്യച്ചനെ പൂട്ടാൻ, കുര്യച്ചനൊന്ന് പെടാൻ
ഞാൻ ആഗ്രഹിച്ചിരുന്നു സർവീസിലിരുന്ന കാലത്ത് എന്ന് പാപ്പച്ചൻ പറയുന്നുണ്ട്. അത് വളരെ മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഈ കുര്യച്ചൻ എന്ന് പറയുന്ന ക്യാരക്ടർ, ആ ക്യാരക്ടർ പെടാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ആ കൂട്ടത്തിൽ ഒരാളാണ് പാപ്പച്ചനും. പാപ്പച്ചൻ എന്തുകൊണ്ട് ഇതൊക്കെ ചെയ്യുന്നു എന്നുള്ളതിന് ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഉത്തരം സിനിമ പറയുന്നില്ല. പിന്നെയുള്ളത് കുര്യൻ്റെ വാശിയാണ്. ഈ സിനിമയിലെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് കുര്യൻ്റെ വാശി. വാശിയിൽ കുര്യച്ചൻ്റെ അത്രയും ആരുമില്ല എന്നുള്ളത് മ്ലാത്തിച്ചേടത്തി തന്നെ പറയുന്നുണ്ട്. ടൈം ലൈൻ 1 നടക്കുന്ന കാര്യങ്ങളിൽ എന്തൊക്കെയായിരുന്നു കുര്യൻ്റെ വാശി? അത് മ്ലാത്തിച്ചേടത്തിയോടുള്ള ആ ഒരു താല്പര്യം മാത്രമല്ല, ഈ പ്രൊട്ടക്ഷൻ എന്ന പേരിൽ യോസിയെ കാണിക്കുന്ന ഷോ. ഈ ഷോ കാണിക്കുമ്പോൾ അയാളുടെ മുമ്പിൽ താൻ വലിയവനാവണം എന്നുള്ളൊരു വാശി. ആ വാശിപ്പുറത്താണ് യോസിയെ ലോക്ക് ചെയ്യുന്നതും പിന്നീടുള്ള തുടർന്ന് എല്ലാ കാര്യങ്ങളും നടക്കുന്നത്. മനുഷ്യൻ ചത്താലും നായ്ക്കൾ ചാവരുത് എന്ന മൈൻഡ് സെറ്റുള്ള കുര്യച്ചൻ ഈ കാര്യങ്ങളെല്ലാം കാട്ടിക്കൂട്ടിയത് ഈ മ്ലാത്തിച്ചേടത്തിയോടുള്ള താല്പര്യം കൊണ്ട് മാത്രമല്ല, യോസിയുടെ ആ ഷോ ഇല്ലാണ്ടാക്കാനാണ് എന്ന് റിവീൽ ചെയ്യുന്നിടത്താണ് മ്ലാത്തിച്ചേടത്തി പൂർണ്ണമായും തകർന്നു പോകുന്നത്. പിന്നെ ഈ സിനിമയിലെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നടക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ഉള്ളിലുള്ള ചോദ്യമാണ് മ്ലാത്തിച്ചേടത്തിക്ക് പിയൂസിനെ പൂർണ്ണമായും വിശ്വാസമായിരുന്നു എന്നുള്ളത്. കാരണം കുര്യച്ചനെ പോലുള്ള ഒരാൾക്ക് പണി കൊടുത്ത മ്ലാത്തിച്ചേടത്തി തനിക്കും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നം ഉണ്ടാവുമെന്നുള്ള രീതി അത് എക്സ്പെക്ട് ചെയ്തിരുന്നു എന്ന് വേണം കരുതാൻ. കാരണം പിയൂസ് കൊടുക്കുന്ന ഭക്ഷണമാണെന്നുണ്ടെങ്കിലും അത് ഉറുമ്പുകൾക്കും മറ്റും കൊടുക്കുന്നതെല്ലാം നമ്മൾ ഓൾറെഡി സിനിമയിൽ കണ്ടതാണ്. അതായത് ആരെയും പൂർണ്ണമായും വിശ്വസിക്കുന്ന ഒരാളായിരുന്നില്ല മ്ലാത്തിച്ചേടത്തി. അങ്ങനെ വരുമ്പോൾ പിയൂസിന് എന്ത് സംഭവിച്ചു കാണുമെന്നുള്ളൊരു ചോദ്യം വരും. അപ്പോൾ ഈ സിനിമയുടെ തുടക്കത്തിൽ അരുവിയിലെല്ലാം കുളിച്ച് കഴിഞ്ഞ് വരുന്ന പിയൂസ് നേരെ മുമ്പിൽ കാണുന്ന ഒരു പട്ടിയോട് ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞിട്ട് ഭയങ്കര സൗഹൃദ ഭാവത്തിലെല്ലാം പെരുമാറുന്നത് നമുക്ക് കാണാം. അതുപോലെ തന്നെ പോലീസുകാരെ കൊന്നു കഴിഞ്ഞ് ഇതുപോലെ അരുവിയിലെല്ലാം കുളിച്ച് കുറച്ച് നേരമൊക്കെ കഴിഞ്ഞ് പിന്നെ ഇതുപോലെ തന്നെ പിയൂസ് വീണ്ടും കയറി വരുന്നുണ്ട്. സിനിമയുടെ തുടക്കത്തിൽ കാണിക്കുന്ന അതേ ആ ഒരു സീക്വൻസിന്റെ റിപ്പീറ്റേഷൻ പോലെയാണ് വരുന്നത്. അപ്പോൾ ആ സമയത്ത് നമ്മൾ തുടക്കത്തിൽ കണ്ടത് ഗുഡ് മോർണിംഗ് എല്ലാം പറഞ്ഞ ആ പട്ടികളാണെങ്കിലും സൗഹൃദത്തോടെ നിൽക്കുന്നുണ്ട്. പക്ഷേ ഇത്തവണ സൗഹൃദത്തോടെ നിൽക്കുന്നില്ല, ഒറ്റ ഓട്ടമാണ്. അപ്പോൾ ഇതെന്ത് എന്നുള്ളൊരു ഭാവത്തിൽ പിയൂസ് നിൽക്കുന്നത് നമുക്ക് കാണാം. അതായത് പണി വരുന്നുണ്ട് അവറാച്ച എന്നുള്ളതിൻ്റെ ഒരു ക്ലൂ നമുക്ക് ഓൾറെഡി കാണാം. പക്ഷെ പിയൂസ് ചെല്ലുന്നത് നേരെ മ്ലാത്തിച്ചേടത്തിയുടെ അടുത്താണ്, ആ പാറപ്പുറത്തേക്കാണ് പോകുന്നത്. പിന്നെ മ്ലാത്തിച്ചേടത്തിയെ കൊല്ലാനായി കത്തിയെടുക്കുമ്പോഴാണ് നമ്മൾ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത അത്രയും നായ്ക്കൾ അവിടെ വരുന്നത്. സോ ഒരേ ഒരു മാസ്റ്റർ മാത്രമുള്ള, അതായത് തീരെ സിമ്പതി ആരോടും തോന്നാത്ത ഈ പിയൂസിനെ പോലത്തെ ഒരു ക്യാരക്ടർ, ഇതുപോലൊരാൾ എങ്ങനെ വന്നാലും മ്ലാത്തിച്ചേടത്തിയ ജീവന് തന്നെ അപകടമാണ്. അപ്പം അങ്ങനെയുള്ള ഒരാൾക്ക് പിന്നീട് രക്ഷപ്പെടാൻ പറ്റുമോ എന്നുള്ളത് പറ്റില്ല എന്നുള്ളതാണ്. കാരണം അത്രയും നേരം സൗഹൃദം ഭാവിച്ച നായ്ക്കൾക്ക് മനസ്സിലായി ഇവനിട്ട് പണിയെടുക്കാൻ സമയം എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഊഹിക്കാവുന്നുള്ളൂ ഇതിൻ്റെ ക്ലൈമാക്സ് എന്തായിരിക്കും എന്നുള്ളത്. പിന്നുള്ളൊരു ചോദ്യമാണ് കുര്യച്ചന് എന്ത് സംഭവിച്ചിട്ടുണ്ടാവും എന്നുള്ളത്. 1-2 ആഴ്ച ഒളിവിൽ കഴിയാൻ വേണ്ടി പോയ ഒരാളായിരുന്നു കുര്യച്ചൻ. പക്ഷേ തൻ്റെ വളർത്തു നായ്ക്കളായിട്ട് കൂടെ വന്ന, തൻ്റെ കാവൽ നായ്ക്കളായിട്ട് വന്ന നായ്ക്കളുടെ യഥാർത്ഥ മാസ്റ്റർ താനല്ല എന്ന് തിരിച്ചറിയുന്നു. ഒരാൾക്ക് മാത്രം കിടക്കാൻ പറ്റുന്ന ആ പാറയിടുക്കിൽ തൻ്റെ ജീവിതകാലം മുഴുവൻ കഴിയാനാണ് അയാൾക്ക് വിധി. അയാൾക്ക് കൃത്യസമയത്ത് ഭക്ഷണം എത്തുന്നുണ്ട്. അതിൻ്റെ സിനിമയുടെ ക്ലൈമാക്സ് പോർഷനിൽ തുടക്കത്തിൽ ഞാൻ പറഞ്ഞ പിയൂസിൻ്റെ ആ ഒരു ക്യാരക്ടർ എടുത്തെറിയുന്ന, നായ്ക്കൾക്ക് കടിച്ചു പിടിക്കാൻ പറ്റുന്ന വിധത്തിലുള്ള ആ ഒരു മുളപ്പാത്രം, ആ മുളപ്പാത്രത്തിൽ നമുക്ക് ഭക്ഷണത്തിൻ്റെ അവശിഷ്ടങ്ങൾ കാണുന്നുണ്ട്. പിയൂസ് അതെടുത്ത് മണത്ത് നോക്കുന്നുണ്ട്. ഇതെല്ലാം കാണാം. അപ്പോൾ ഈ സീക്വൻസിൽ നിന്ന് തന്നെ കുര്യച്ചൻ ഒരിക്കലും മരിച്ചിട്ടില്ല എന്ന് വേണം നമുക്ക് അനുമാനിക്കാൻ. പക്ഷേ അയാൾക്ക് മരണത്തിനേക്കാൾ വലിയ ശിക്ഷയാണ് കിട്ടിയിരിക്കുന്നത്. ആ ഒരു പാറയിടുക്കിൽ ജീവിതകാലം മുഴുവൻ കഴിയാനാണ് അയാളുടെ വിധി. അയാൾക്ക് ഒരിക്കലും പുറത്തിറങ്ങാൻ പറ്റില്ല. കാരണം ഈ നായ്ക്കളുടെ യഥാർത്ഥ മാസ്റ്റർ അയാളല്ലല്ലോ. അപ്പോൾ ഇത്രയും ബ്രില്യൻ്റ് ആയിട്ടുള്ള എക്കോ എന്ന് പറയുന്ന സിനിമയിൽ എനിക്ക് തോന്നിയ 3 മിസ്റ്റേക്കുകളുണ്ട്. അതിൽ ആദ്യത്തേത് മിസ്റ്റേക്കായിട്ട് തന്നെയാണ് തോന്നുന്നത്. പക്ഷേ ബാക്കിയുള്ള 2 ഒരേപോലെ നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ടും കാണാൻ പറ്റുന്ന കാര്യമാണ്. എനിക്ക് തോന്നിയ ആദ്യത്തെ മിസ്റ്റേക്ക്, ടൈം ലൈൻ 1-ൽ, അതായത് മലേഷ്യൻ സീനുകളിൽ യോസിയ മരിച്ചു എന്ന് നുണ പറഞ്ഞ് സോയിയെ പങ്കിട്ടെടുക്കാം എന്നുള്ളൊരു പ്ലാനുമായി പോകുന്ന ആളുകളാണ് മോഹൻ പോത്തനും കുര്യച്ചനും. പക്ഷേ അവർ തമ്മിൽ നടക്കുന്ന ആ ഒരു മലയാളം ഡയലോഗുകൾ, ആ മലയാളം ഡയലോഗുകൾക്ക് അവിടെ പ്രസക്തിയില്ല. അത് ഒരുപക്ഷെ സോയി കേൾക്കാൻ പാകത്തിലാണെന്നുണ്ടെങ്കിൽ അവിടെ മലയാളത്തിൽ സംസാരിക്കേണ്ട ആവശ്യമില്ല. കാരണം സോയിക്ക് മലയാളം അറിയില്ല. കെട്ടിയോൻ മരിച്ച കാര്യം അയാളെ അറിയിക്കണ്ടേ, ഇവിടെ നിന്ന് പറയേണ്ട കാര്യമല്ലല്ലോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഇതിനകത്ത് ഇവർ രണ്ടുപേരും മലയാളത്തിലാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കൺവേ ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ ഈ രീതിയിൽ പ്ലാൻ ചെയ്ത് വന്നിരിക്കുന്ന ആളുകൾ, ആ ഒരു പ്ലാനിൽ വന്നിരിക്കുന്ന ആളുകൾ ഈ രീതിയിലല്ല സംസാരിക്കേണ്ടത്. അവരുടെ ആ ഒരു പ്ലാൻ എക്സിക്യൂട്ട് ആയില്ലെന്നുള്ളത്. പക്ഷെ അവിടെ തികച്ചും ഡ്രാമാറ്റിക് ആയിട്ടുള്ള കുറേ സംഭാഷണങ്ങളാണ്. ഈ സംഭാഷണങ്ങൾ എന്തുകൊണ്ട് എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരം സ്വാഭാവികമായിട്ടും നമ്മളെപ്പോലുള്ള പ്രേക്ഷകരെ കബളിപ്പിക്കാൻ, അല്ലെങ്കിൽ പ്രേക്ഷകർ വേറെ രീതിയിൽ ചിന്തിക്കാൻ വേണ്ടിയിട്ടുള്ള ആ രീതിയിലാണ് പോയിരിക്കുന്നത്. പക്ഷേ അത് ഈ സിനിമയിലെ മിസ്റ്റേക്കായി മാറിയിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഭാഗം ടൈം ലൈൻ 3-ൽ പിയൂസിനോട് ഫ്ലാഷ് ബാക്ക് എന്നുള്ള രീതിയിലാണ് മ്ലാത്തിച്ചേടത്തി പറയുന്നത്. എന്നാൽ ടൈം ലൈൻ 3-ൽ ഈ ഫ്ലാഷ് ബാക്ക് പറയുന്നതിന് എത്രയോ മുമ്പ് ടൈം ലൈൻ 2-ൽ തന്നെ വിനീത് മൂലം ഈ പറയുന്ന ചതി മ്ലാത്തിച്ചേടത്തി മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ളൊരു കാര്യം ഇരിക്കുക, ഓക്കെ ഫൈൻ. അങ്ങനെയാണെങ്കിൽ ഈ കുര്യച്ചൻ്റെ ഈ ബാഡ് ആയിട്ടുള്ള ഈ ഒരു കാര്യം, അതായത് കുര്യച്ചൻ ഒരു നെഗറ്റീവ് ക്യാരക്ടർ ആണെന്നുള്ളത് മറ്റാരെയും അറിയിക്കാതെ ഉള്ളൊരു മ്ലാത്തിച്ചേടത്തിയുടെ ഫ്ലാഷ് ബാക്ക് പറച്ചിലാണ് എങ്കിൽ പോലും
ആ സമയത്ത് വിനീതിൻ്റെ ക്യാരക്ടറും അല്ലെങ്കിൽ കുര്യച്ചൻ്റെ ക്യാരക്ടറും തമ്മിലുള്ള ആ ഒരു മലയാളം പറഞ്ഞിട്ടുള്ള ആ ഒരു ഡയലോഗ്സ് അത് സിനിമയിലെ ഒരു മിസ്റ്റേക്ക് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെയുള്ളൊരു കാര്യം, അത് ഈ സിനിമയിലെ ചർച്ചയിൽ ഒരുപാട് പേര് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. മംഗലാപുരത്തെ ഒരു ഡിവൈഎസ്പി 2 പോലീസുകാരെയും ചേർത്ത് ദിവസങ്ങളോളം ചേർന്നുള്ള ഒരു അന്വേഷണം. ഈ അന്വേഷണം നടത്തത്തക്ക എന്ത് പകയാണ് ഇവർക്കുള്ളതെന്നുള്ളത്. പിന്നെ പാപ്പച്ചനാണെന്നുണ്ടെങ്കിലും ഇതിനകത്ത് സർവീസിൽ നിൽക്കുന്ന കാലത്ത് കുര്യച്ചനൊന്ന് പെട്ട് കിട്ടാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പാപ്പച്ചനും എന്തോ ഒരു സിനിമയിൽ പറയാത്ത അത്ര ഒരു പകയുണ്ട്. പിന്നെ മോഹൻ പോത്തൻ്റെ ക്യാരക്ടറിനാണെന്നുണ്ടെങ്കിലും ചതിച്ചു എന്ന് പറയുന്നുണ്ട്, പോലീസ് കേസിലാക്കി എന്നൊക്കെ പറയുന്നുണ്ട്. ഈ കുര്യച്ചൻ എന്ന ഒരു ക്യാരക്ടർ, അയാളുടെ ക്യാരക്ടർ ആർക്ക് വളരെ മിസ്റ്റീരിയസ് ആണ്. എല്ലാവർക്കും അയാളോട് പകയുണ്ട്. അയാൾക്കൊരു മിസ്റ്റീരിയസ് ആയിട്ട് നിൽക്കുമ്പോൾ പോലും ഇതുപോലുള്ള പ്രോപ്പറായിട്ടുള്ള മെയിൻ കഥയായിട്ട് കണക്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം. അതിനെല്ലാത്തിനും ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു ഉത്തരമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉത്തരമില്ല. അത് ഈ ക്യാരക്ടറിനെ മിസ്റ്റീരിയസ് ആയിട്ട് നിർത്തുന്ന ഒരു ബ്രില്യൻസ് ആണെങ്കിൽ പോലും, അതൊരു പോസിറ്റീവ് ആണെങ്കിലും ആസ് എ ഓഡിയൻസ് വ്യൂവിൽ ഇതൊരു നെഗറ്റീവായിട്ട് കാണുന്ന ആളുകളുമുണ്ട്. അപ്പോൾ ഒരേപോലെ പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും ഇതിനെ കാണാം. പിന്നെ ടൈം ലൈനിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിലും ചെറിയൊരു പ്രശ്നമുണ്ട്. ഞാൻ ടൈം ലൈൻ 2വിൻ്റെ കാര്യമാണ് പറയുന്നത്. കക്കയം പോലീസ് ക്യാമ്പ്. ഈ കക്കയം പോലീസ് ക്യാമ്പ് അതിൻ്റെ അടിയന്തരാവസ്ഥ കാലഘട്ടം എന്നൊക്കെ പറയുന്നത് 1975 മുതൽ 77 വരെയായിരുന്നു നമ്മുടെ നാട്ടിൽ അടിയന്തരാവസ്ഥ കാലഘട്ടം ഉണ്ടായിരുന്നത്. ആ സമയത്ത് പാപ്പച്ചൻ എന്ന് പറയുന്ന ആ ക്യാരക്ടർ, അയാൾ ചെറുപ്പമാണ്, അയാൾ റിട്ടയർഡ് ചെയ്തിട്ടില്ല. അപ്പോൾ അയാൾ റിട്ടയർ ചെയ്തതിന് ശേഷമാണ് നമ്മളുടെ പ്രസൻറ്റ് ടൈം ലൈനിലേക്ക് വരുന്നത്. അപ്പോൾ പാപ്പച്ചൻ റിട്ടയർ ചെയ്യാനുള്ള ആ ഒരു കാലാവധി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സിനിമയുടെ പ്രസന്റ് ടൈം ലൈൻ എന്ന് പറയുന്നത് 90കളുടെ അവസാനമോ അല്ലെങ്കിൽ 2000-ൻ്റെയൊക്കെ ആദ്യമോ ആയിട്ട് വരും. ഈ സിനിമയുടെ ജോഗ്രഫിയും പിന്നെ ഈ സിനിമയിൽ വർഷം എടുത്ത് പറയാത്തതും വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ടൈം ലൈനിൻ്റെ ഈ കാര്യം ഒരേപോലെ തന്നെ ബ്രില്യൻസ് ആകുന്നുണ്ട്, നെഗറ്റീവ് ആവുന്നുണ്ട്. അങ്ങനെയാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് എക്കോ എന്നുള്ള സിനിമ രണ്ടാമത് കണ്ടപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയ കാര്യങ്ങൾ. ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം പെർഫെക്റ്റ് ആവണമെന്ന് ഒരു നിർബന്ധവുമില്ല. നിങ്ങൾക്ക് ഒരുപാട് തിയറികൾ കമൻ്റായിട്ട് താഴെ താഴെ പറയാം. ഞാൻ പറയുന്നതിൽ മിസ്റ്റേക്സും കാര്യങ്ങളും ഉണ്ടാവാം. പക്ഷേ എനിക്ക് തോന്നിയ കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഈ പറയുന്നത്. ഇങ്ങനെ ഒരുപാട് ചർച്ച ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമ, അത് തന്നെയാണല്ലോ ആ സിനിമയുടെ യഥാർത്ഥത്തിലുള്ള വിജയം. ഒരുപാട് ഫാൻസ് തിയറികൾ, ഒരുപാട് ആളുകൾക്ക് തോന്നുന്ന ആ ഒരു തോട്ട് പ്രൊവോക്കിംഗ് എന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല. അങ്ങനെ തോട്ട് പ്രൊവോക്കിംഗ് ആയിട്ടുള്ള സിനിമകളാണ് വരേണ്ടത്. ഇതുപോലുള്ള തോട്ട് പ്രൊവോക്കിംഗ് ആയിട്ടുള്ള സിനിമകൾ ഇനിയും വരണം. നമുക്ക് ഇനിയും ഒരുപാട് ചർച്ചകൾ നടത്തണം. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസുമായി വീണ്ടും കാണാം.